ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി എഗ്ഗ്ലെസ് കോഫി കേക്കാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതിനായിട്ട് ഞാൻ 1/4 കപ്പ് ഇളം ചൂടുള്ള പാല് ഇതേപോലൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 5 രൂപയുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത്. ബ്രൂവിൻ്റെ പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഏതൊരു ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇളം ചൂടുള്ള പാലെടുത്തത് ഈ കോഫി പൗഡറൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പൗഡർ ഫുള്ളായിട്ട് ആ പാലിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സ്പൂൺ കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ആ കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിവിടെ മാറ്റി വയ്ക്കാം. പിന്നെ ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് ക്ലീനായ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഞാൻ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് എടുക്കുമ്പോൾ പുളിയില്ലാത്ത തൈര് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ. തൈര് കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പം അത് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. മണമില്ലാത്ത ഏതൊരു ഓയിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല ഓയിൽ ചേർക്കുന്ന സമയത്ത് നല്ലൊരു ക്രീമി ആയിട്ട് വരും. നമ്മൾ പഞ്ചസാരയും തൈരും അതുപോലെ തന്നെ ഓയിലും കൂടി അടിച്ചെടുക്കുന്ന സമയത്ത്. അപ്പോൾ അത് ക്ലീനായ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഉണ്ടാകാൻ പാടില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ അതുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് അരിച്ചിട്ട് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അരിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് വെള്ളത്തിലൊന്നും കുത്തി ഇളക്കേണ്ട ആവശ്യമില്ല. പതുക്കെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇത്രയും ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് നമ്മുടെ കോഫി മിക്സ് ചൂടൊക്കെ മാറിയിട്ടുണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഇളം ചൂട് പാലിൽ നമ്മൾ കോഫി പൗഡർ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത്രയും ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് അതവിടെ ചൂടാറി വന്നോളും. അപ്പോൾ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കട്ടകൾ കോഫീൻ്റെ കട്ടകൾ അടിയിൽ നിൽക്കണ്ട കരുതിയിട്ട് ആദ്യം 3/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ബാക്കി കൂടെ ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി ഇളക്കണ്ട കേട്ടോ. അത് കുറച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത് കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് കുത്തി ഇളക്കരുത്. ഇതേപോലെ ഒരു സ്പാച്ചിലോ അല്ലെങ്കിൽ ഇതേപോലെ വിസ്കോ ഒരു സ്പാച്ചിലയോ എന്തെങ്കിലും ഒരു മരക്കയിലോ ഒക്കെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ആ ബാക്കിയുള്ള കോഫി മിക്സ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മുടെ ഓവൻ സെറ്റപ്പ് ഫ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. ഞാൻ ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഫ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഓവൻ സെറ്റപ്പ് അത്യാവശ്യം നന്നായിട്ട് ചൂടായി കിടക്കണം. അതേപോലെ തന്നെ കേക്ക് ഉണ്ടാക്കുന്ന ഏത് പാത്രമാണോ അതും നമ്മൾ ഓയിലും ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കി അതും മാറ്റി വയ്ക്കണം കേട്ടോ. ഞാനൊരു സ്റ്റീലിൻ്റെ ബൗളിലാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. കണ്ടോ, ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു രീതിയിലാണ് നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ വരുന്നത്. ഇനി നമുക്ക് എല്ലാം കൂടി ഒരു സ്പാച്ചിലുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയും മതി. അപ്പം നമ്മൾ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്ന പാത്രം എടുക്കാം. ഇതേപോലൊരു സ്റ്റീലിൻ്റെ ബൗളിലാണ് ഞാൻ കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. അതിന് കുറച്ച് ഓയിലൊക്കെ തേച്ചിട്ട് ഒരു ബട്ടർ പേപ്പർ നടുക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലും ഒരല്പം ഓയിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ് നമുക്കിത് മിക്സ് ചെയ്ത് എടുക്കേണ്ടത്. പറഞ്ഞ അളവിൽ കറക്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഈ ഒരു രീതിയിൽ കിട്ടും. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് സമയം ടാപ്പ് ചെയ്യണ്ട. ഒരു 3-4 പ്രാവശ്യം നന്നായിട്ടൊന്ന് തട്ടിക്കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പ് ഇവിടെ ചൂടായി കിടക്കുന്നുണ്ട്. നമുക്കിതൊന്ന് തുറന്നിട്ട് നമ്മുടെ ബാറ്റർ അതിലേക്ക് വെച്ച് കൊടുക്കാം. എനിക്കൊരു 40 മിനിറ്റാണ് ഇത് ബേക്കായി കിട്ടാനായിട്ട് എടുത്തത്. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടാണ്. ഇനി നമുക്കിതിലേക്ക് ഇറക്കി കൊടുക്കാം.
എന്നിട്ട് ഇതൊരു 40 മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് 40 മിനിറ്റ് ആകുമ്പോൾ നോക്കുകൊണ്ടു ഓരോ ഗ്യാസിൻ്റെ ഫ്ലെയിമിനും നമ്മളെടുക്കുന്ന പാത്രത്തിനൊക്കെ അനുസരിച്ചായിരിക്കും ബേക്കിംഗ് ടൈം വരിക. അപ്പോൾ ചിലപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ കൂടുതൽ എടുക്കേണ്ടി വരും. അപ്പോൾ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്കിതൊരു 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഒരു 42 മിനിറ്റ് അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തുറന്ന് നോക്കുന്ന സമയത്ത് മാഷാല്ലാ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കുത്തി നോക്കാം. കയ്യിലൊട്ടി പിടിക്കുന്നൊന്നുമില്ല, കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. നല്ല കോഫിയുടെ മണമൊക്കെ വന്നിരുന്നു. നോക്കാം, ഞാൻ 2 പ്രാവശ്യം ഒന്ന് കുത്തി നോക്കുന്ന സമയത്തും എല്ലാ ഭാഗവും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പുറത്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിവിച്ചെടുക്കാം. ഒരു കത്തിയോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിലയോ കൊണ്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കറക്കിയതിന് ശേഷം കയ്യിലേക്ക് ഇത് കൊട്ടിയെടുക്കാം. നല്ല സ്മൂത്തായിട്ട് തന്നെ കൊട്ടി വരുന്നുണ്ട്. നോക്കാം, പാത്രത്തിലൊന്നും അങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. നമുക്കിതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല അടിപൊളി മണമൊക്കെ വരുന്ന, കോഫിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടമാകുന്ന നല്ലൊരു ടീ കേക്കാണ്. ബട്ടർ പേപ്പറൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നല്ലൊരു കോഫി കളറൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഞാനിത് നെടുകയൊന്ന് കട്ട് ചെയ്യുകയാണ്. ഈ കത്തി വയ്ക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി കേക്കാണ്. അപ്പം നമുക്ക് ഓവനോ ബീറ്ററോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് കേക്കുകൾ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒരുപാട് കേക്കുകൾ ഞാൻ സ്റ്റീൽ പാത്രത്തിലും എല്ലാ രീതിയിലും ചെയ്തെന്ന് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, തീർച്ചയായിട്ടും ഇഷ്ടമാകും. കോഫി പൗഡറും പാലും മൈദയൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമുക്ക് മുട്ടയൊന്നും കഴിക്കാത്തവർക്ക് പോലും റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടീ കേക്കാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സ്പോഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചായക്കൊപ്പമൊക്കെ കഴിക്കാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോഴാണ് കുറച്ചുകൂടി നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. കോഫി ഇഷ്ടമാകുന്ന ആർക്കും ഇഷ്ടമാകുന്ന നല്ലൊരു അടിപൊളി കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കണം. ലൈക്കും ചെയ്യണം. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുന്ന സമയത്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി സ്വീകരിക്കാൻ മറക്കരുത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അത് ഞാൻ പൊട്ടിച്ച് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇൻഷാ അല്ലാ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.